വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് ചെന്ന യേശു നിലവിളിക്കുന്നവരെ കണ്ട് ബാല മരിച്ചു എന്ന് മനസ്സിലാക്കി നിലവിളിക്കുന്നവരെയും ആരവാരങ്ങളെയും എല്ലാം പുറത്താക്കിയതിനു ശേഷം അപ്പനെയും അമ്മയെയും കൂട്ടി ബാലയുടെ അടുക്കലേക്ക് എത്തി മരണപ്പെട്ടുപോയ കുഞ്ഞിന്റെ അടുക്കൽ ആ ബാലികയുടെ കരം പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു, തലീഥ ഖൂമി, ബാലെ എഴുന്നേൽക്ക. ആ മരിച്ചുപോയ പെൺകുട്ടി അപ്പോൾ എഴുന്നേൽക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു കുട്ടികളോടും പെൺകുഞ്ഞുങ്ങളോടും സംസാരിക്കുന്നതും അവരെ ദൈവകൃപയിലേക്ക് വഴി നടത്തുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ യേശുവിന്റെ അടുക്കലേക്ക് വന്ന കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെല്ലാം തടസ്സപ്പെടുത്തി യേശുവിനെ അസഹ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനായി ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ് എന്നാണ്. യേശു ശിശുക്കളെ, കുഞ്ഞുങ്ങളെ, സമൂഹത്തിലെ എല്ലാവരെയും, പുറന്തള്ളപ്പെട്ടവരെയും, മുതിർന്നവർ സ്വീകരിക്കാതെ ഇരുന്നവരെയും യേശു സ്വീകരിക്കുന്നു, യേശു അവരെയും കരുതുന്നു. നാം വായിച്ചു കേട്ട ഈ ഭാഗത്തിൽ യേശു ബാലികയുടെ കരം പിടിച്ചിട്ട് പറയുകയാണ്, ബാലെ നീ എഴുന്നേൽക്കുക. മരിച്ചുപോയ അവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുവാനായി യേശു ആ കുഞ്ഞിനോട് പറയുകയാണ്. സമൂഹത്തിലെ പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം ഉറപ്പാക്കുക എന്നത് സഭയുടെയും ദൈവജനത്തിന്റെയും കർത്തവ്യമാണ്. എന്താണ് ഇന്നത്തെ സഭയുടെ, സമൂഹത്തിന്റെ പെൺകുഞ്ഞുങ്ങളോടുള്ള മനോഭാവം എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ഒരുപക്ഷെ യേശുക്രിസ്തു ആ ബാലികയുടെ കരം പിടിച്ചിട്ട് തലീഥ ഖൂമി, ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ മരണശയ്യയിൽ നിന്നും ജീവനിലേക്ക് എഴുന്നേൽക്കുന്നത് കാണുവാൻ കഴിയും. ഇന്നും ലോകത്തിലെ സകല പെൺകുഞ്ഞുങ്ങളോടും യേശുക്രിസ്തുവിന് പറയുവാനുള്ളത് ഇത് തന്നെയാണ്, തലീഥ ഖൂമി, ബാലെ എഴുന്നേൽക്കുക. സഭയോട്, സമൂഹത്തോട്, ജനങ്ങളോട് യേശുവിന് പറയുവാനുള്ളത് ഈ വാക്ക് തന്നെയാണ്, ബാലെ എഴുന്നേൽക്ക്. എവിടെ നിന്ന് എഴുന്നേൽക്കണം? ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, മരണകരമായ അവസ്ഥയിൽ നിന്നും, മരിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഒരു എഴുന്നേൽക്കൽ ആവശ്യമാണ് ജീവിതത്തിൽ. അതാണ് യേശു ആ പെൺകുഞ്ഞിനോട് പറഞ്ഞത്, പള്ളിപ്രമാണിയുടെ മകളോട് പറഞ്ഞത്, ബാലെ നീ എഴുന്നേൽക്ക്. കരം പിടിച്ച് യേശു അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകളുടെ, പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ പുരോഗതിയിലും വളരെയേറെ മുന്നോട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളോടും പെൺകുഞ്ഞുങ്ങളോടുമുള്ള അവർ എപ്രകാരമാണ് അവരെ പരിഗണിക്കുന്നത്, എപ്രകാരമാണ് അവരോടുള്ള ബന്ധമായിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നിരവധി വാർത്തകൾ, നിരവധി കോടതി വിധികൾ, നിരവധി ചർച്ചകൾ ഈ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ വാളയാർ ഇഷ്യൂ. വ്യക്തമായ തെളിവുകൾ, നിരവധി സാധ്യതകൾ കേസ് തെളിയിക്കുവാനായി ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ പോലീസ് സംവിധാനം പരാജയപ്പെടുന്നു. ആ കോടതിയിൽ ആ കേസ് തെളിയിക്കുവാൻ വക്കീലന്മാർക്ക് കഴിയാതെ പോകുന്നു. കുറ്റവാളികൾക്ക് അനുകൂലമായ വിധി വരുന്നു. അവിടെ സത്യം, നീതി, ധർമ്മം അതവിടെ പരാജയപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവിടെയും പരാജയപ്പെടുന്നത് ഒരു പെൺകുഞ്ഞിന്റെ നീതിയാണ്. ഒന്നല്ല, 2 പെൺകുഞ്ഞുങ്ങളുടെ നീതിയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ ആദ്യം ചോദിക്കുന്ന ചോദ്യം കുഞ്ഞ് ആണോ പെണ്ണോ എന്നാണ്. ആൺകുഞ്ഞെന്ന് കേൾക്കുമ്പോൾ പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ഒരു സന്തോഷം. എന്റെ കുഞ്ഞ് ആൺകുഞ്ഞ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളിനും, ആൺകുഞ്ഞ് ജനിച്ചു എന്ന് വാർത്ത കേൾക്കുന്ന ആളിനും ഒരു സന്തോഷം. പക്ഷെ പെൺകുഞ്ഞാണെന്ന് ജനിച്ചതെങ്കിൽ അത് പറയുന്ന ആൾ ഒരു വിഷമത്തോടെയാണ്, എനിക്ക് ജനിച്ചത് മോളാണ്, പെൺകുഞ്ഞാണ്. കേൾക്കുന്ന ആളിനും അയ്യോ, എന്തോ വലിയൊരു ദുരന്തം ആ ഭവനത്തിൽ വന്നതുപോലെ, ആ കുടുംബത്തിൽ വന്നതുപോലെ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. അതെന്താണ് പ്രധാനപ്പെട്ട കാരണം? ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നത് ഒരു പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ചെലവ് ധാരാളമാണ്, ആൺകുഞ്ഞാണെങ്കിൽ വരവാണുള്ളത്. പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്. പെൺകുഞ്ഞുണ്ടെങ്കിൽ ധാരാളം
പണം നമുക്ക് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്, കരുതേണ്ടത് ആവശ്യമാണ്. ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, സമ്പാദ്യമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ചിന്തയായിരിക്കാം ചിലപ്പോൾ അതിന്റെ പിന്നിലുള്ളത്. എന്ത് തന്നെയാണെങ്കിലും പൊതുവിൽ സമൂഹത്തിൽ ആൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. ഒരു കുടുംബത്തിന്റെ പിന്തുടർച്ച ആൺകുഞ്ഞിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് ധാരാളം പേര്. ആ ഒരു കുടുംബത്തിന്റെ ജനറേഷൻ നിലനിൽക്കുന്നത് ആൺകുട്ടികളിലൂടെയാണ്, അല്ലെങ്കിൽ ആൺ സന്താനത്തിലൂടെയാണെന്നുള്ള ഒരു ചിന്ത പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ സമൂഹത്തിൽ, ജീവിതത്തിൽ ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും തുല്യ സ്ഥാനമാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭാരതത്തിൽ തന്നെ പല കുടുംബങ്ങളിലും പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. പലരും അവർക്ക് ജനിക്കുവാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പല സ്ഥലത്തും നിലനിൽക്കുന്ന സാമൂഹ്യ രീതികൾ, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ അനുഷ്ഠാനങ്ങൾ, അവിടുത്തെ കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഒരു പെൺകുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ അത്ര സുഖകരമല്ലാത്ത സാഹചര്യം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല സമൂഹങ്ങളിലും ഇത് പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം ഗർഭാവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ പിറന്ന ഉടൻ തന്നെ ഒരു പെൺകുഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊന്നുകളയുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ കുടുംബത്തിലെ മാതാപിതാക്കൾ വ്യസനത്തോടെയാണെങ്കിലും എത്തിച്ചേരുന്നു. കാരണം ഒരു പെൺകുഞ്ഞൊരു ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉള്ളതുകൊണ്ടാണ്. ഇതിനെ അതിജീവിക്കുവാനാണ് പ്രധാനമന്ത്രി ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്നൊരു സ്ലോഗൻ തന്നെ അവതരിപ്പിച്ചിട്ട് പെൺകുഞ്ഞുങ്ങൾ വളരട്ടെ, അവരെ പഠിപ്പിക്കൂ, അവർ വളർന്നു വലുതാകട്ടെ, സമൂഹത്തിന് ആശ്രയമാകട്ടെ, കുടുംബത്തിന് ആശ്രയമാകട്ടെ എന്നുള്ള ഒരു സന്ദേശം നൽകുന്നത്. പല സംസ്ഥാനങ്ങളിലും പെൺകുഞ്ഞുങ്ങൾ പിറക്കുമ്പോൾ അവർക്ക് വേണ്ടി സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങൾ, വളർത്തുവാൻ വേണ്ടിയും വിവാഹത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. കാരണം സമൂഹം പെൺകുഞ്ഞുങ്ങളെ അത്ര സന്തോഷത്തോടെ അല്ല സ്വീകരിക്കുന്നത്, ആ ജനിക്കുന്ന കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണം? അടുത്ത കാലത്തുള്ള ചില സംഭവങ്ങൾ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നമ്മുടെ വാളയാർ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. തൊട്ട് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ. ഒന്ന്, ജമ്മു കാശ്മീരിലെ കത്വ, ഉത്തർപ്രദേശിലെ ഉന്നാവ നമുക്ക് മറക്കുവാൻ സമയമായിട്ടില്ല. ഈ രണ്ട് സ്ഥലങ്ങളും ലോക രാഷ്ട്രങ്ങൾക്ക് പോലും ഇത് മറക്കാൻ കഴിയില്ല. കാരണം വാർത്തകൾ ലോകമെമ്പാടും പരന്നതാണ്. ബാലികമാരായ 8ഉം 16ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ ചോര വീണ സ്ഥലം. ഒരുപക്ഷെ 2019 ജൂലൈ 28 ഒരു കറുത്ത ദിനമായിട്ട് നമുക്ക് പറയാം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ. ഉന്നാവ പെൺകുട്ടിയും കുടുംബവും അവർ സഞ്ചരിച്ചിരുന്ന കാറ് കൂട്ടിയിടിച്ച് കൂട്ടമരണം സംഭവിക്കുകയാണ്. കേസിലെ വിക്ടിമായ പെൺകുട്ടി, സാക്ഷിയായവർ, അതിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഒരു കാർ ആക്സിഡന്റിൽ മരിക്കുന്നു. നമ്മൾ ചിന്തിക്കും ഒരു സാധാരണ ആക്സിഡന്റ് ആയിരിക്കുമെന്ന്. പക്ഷെ അതിന്റെ പിന്നിൽ ആ കേസ് തെളിയിക്കപ്പെട്ടാൽ കുരുങ്ങുമായിരുന്ന വൻപന്മാരുടെ കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടില്ലായിരുന്നു. മറ്റൊന്ന്, ഡൽഹിയിൽ കൂട്ടബലാത്സംഗത്തിനിടയായ ഒരു പെൺകുട്ടി. ഒരു നിയമപാലകൻ പറഞ്ഞത് മറുപടി ഇങ്ങനെയാണ്: ആ പെൺകുട്ടി ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ആ കുറ്റകൃത്യം ചെയ്യാൻ തോന്നില്ലായിരുന്നു. കുട്ടി കരഞ്ഞില്ല, അതുകൊണ്ട് അവൾ ആസ്വദിക്കുകയായിരുന്നു എന്നിങ്ങനെയാണ്. വാളയാർ കേസിലും അപ്രകാരം ഒരു നിയമപാലകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ദൃശ്യമാധ്യമത്തിൽ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. 8 വയസ്സും 10 വയസ്സുമുള്ള പെൺകുട്ടികൾ പീഡനം ആസ്വദിക്കുകയായിരുന്നു, അവര് അത് ഇഷ്ടപ്പെടുകയായിരുന്നു എന്ന രീതിയിലാണ് നിയമപാലകർ പോലും പറയുന്ന മറുപടികൾ. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടികളുടെ മൂല്യം ഉറപ്പാക്കുക എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരിയാന പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ചില സമുദായങ്ങൾ അവർ പ്രത്യേകമായ സ്ക്വാഡിനെ നിയമിച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾ പോകുന്ന സ്കൂളിലും കോളേജുകളിലും ഇവരുടെ വസ്ത്രധാരണം, ഇവരുടെ ബന്ധം, ഇവരുടെ സംസാര രീതി, ഇവരുടെ ഇടപെടലുകൾ, സ്വഭാവം ഇതെല്ലാം നോക്കിയിട്ട് അവർ നന്നായിട്ടാണോ നടക്കുന്നത്, നന്നായിട്ടാണോ ജീവിക്കുന്നത്, ഇത് കണ്ടെത്തുവാൻ പെൺകുട്ടികളെ നോക്കുവാനായിട്ട് പ്രത്യേകം ആൾക്കാരാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഘാട്ട് പഞ്ചായത്ത് എന്ന് പറയുന്നവർ അവർ ഈ പെൺകുട്ടികളുടെ ജീവിത രീതി നോക്കുവാൻ വേണ്ടി, രഹസ്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നു. അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് അവർ നിശ്ചയിക്കുന്നു. അവർ പറയുന്ന രീതി വ്യത്യസ്തമായ വസ്ത്രധാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ശിക്ഷ പെൺകുട്ടിക്കും കുടുംബത്തിനും വിധിക്കുവാൻ പോലും അവർ തയ്യാറാവുകയാണ്. കേരളത്തിലെ ആൾക്കാരും പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു,
ഏത് വസ്ത്രം ധരിക്കുന്നു, അവരെങ്ങനെ ഇറക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, ഇതൊക്കെ ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലൊരു ജിജ്ഞാസ, ഒരു ആഗ്രഹം ഇങ്ങനെ ധാരാളമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഒരു ഭാഗത്ത് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം വർദ്ധിക്കുമ്പോൾ മറുവശത്ത് അവരുടെ സ്വകാര്യതയ്ക്കും അവരുടെ വ്യക്തിത്വത്തിനും എതിരെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നിന്ന്. അതിലിപ്പോ ഡൽഹി എന്നോ ഹരിയാന എന്നോ കേരളമെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല. പെൺകുട്ടികളുടെ പ്രായം പോലും അതിൽ ഒരു വിഷയമായി വരുന്നില്ല. 5 വയസ്സുള്ള കുട്ടിയെന്നോ 6 വയസ്സുള്ള കുട്ടിയാണെന്നോ 9, 10, 12, 14 എല്ലാ കാറ്റഗറിയിലുമുള്ള പെൺകുട്ടികൾ ഒരുപക്ഷെ ഒരേ തരത്തിലുള്ള പീഡനങ്ങൾക്ക്, ഒരേ തരത്തിലുള്ള അധിക്ഷേപത്തിന് വിധേയമാകുന്നു, ശാരീരിക പീഡനങ്ങൾക്ക്, ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്ന ഈ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആരാണ് കുറ്റം പറയേണ്ടത്? ചിലരൊക്കെ ഇന്റർനെറ്റിനെയും കമ്പ്യൂട്ടറിനെയും വാട്സാപ്പിനെയും ഫേസ്ബുക്കിനെയും കുറ്റം പറയാറുണ്ട്. ആയിക്കോട്ടെ, അതിന് ഒരു പരിധി വരെ അതിന് കാരണമായി തീർന്നേക്കാം. പക്ഷേ ഈ ദുഷിച്ച സാമൂഹ്യ പ്രവണതകൾക്കൊരു മാറ്റം ഉണ്ടാകണ്ടേ? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പെൺമക്കൾ വളർന്നു വരുമ്പോൾ ഈ പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം ഉറപ്പാക്കുവാനായിട്ട് ഒരു സഭയ്ക്ക്, സമൂഹത്തിന്, ഒരു കുടുംബത്തിന്, വ്യക്തികൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ ആണിന്റെ അടിമയാക്കണം. ഇതാണ് പൊതുവെയുള്ള ഒരു ടെൻഡൻസി കാണുന്നത്. പെണ്ണ് അനുസരിക്കേണ്ടവളാണ്, വിധേയപ്പെടേണ്ടവളാണ്, താഴേണ്ടവളാണ്. ഏത് കാര്യത്തിനും തിരിച്ച് മറുപടി പറയാതെ പുരുഷൻ പറയുന്നത് കേട്ടനുസരിച്ച് വിധേയപ്പെട്ട് അടങ്ങി ഒതുങ്ങി കഴിയേണ്ടതാണെന്നുള്ള ഒരു ധാരണ മുൻകാലങ്ങളിലുണ്ട്. ഇത്രയും വികസിച്ച കാലത്ത്, ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും പുരോഗതി നേടിയ ഈ കാലഘട്ടത്തിലും ജീവിതത്തിന് മാറ്റം വന്നിട്ടില്ല. ആൾക്കാരുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനപരതയ്ക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദന നിറഞ്ഞ കാര്യമാണ്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്ത, ഉത്തർപ്രദേശിലെ മുസാഫിർ എന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഏകദേശം 10 പഞ്ചായത്തുകളിൽ പെൺകുട്ടികൾക്ക് ജീൻസോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ മതപരമായ ഒരു വിലക്കാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ജീൻസോ മൊബൈലോ പെൺകുട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെയും ആ കുടുംബത്തെയും ആ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, ഈ ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. അത് ഒരുപക്ഷെ ആ പെൺകുട്ടികൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വസ്ത്രം ധരിക്കരുത്, ഈ തരത്തിലുള്ള ഒരു മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പെൺകുട്ടിയോട് ആവശ്യപ്പെടുമ്പോൾ ആ സ്ഥലത്ത് ആൺകുട്ടിക്ക് ആ തരത്തിലുള്ള ഒരു നിർദ്ദേശം വയ്ക്കുന്നില്ല. അതാണ് വ്യത്യസ്തമായി സമൂഹം പെൺകുട്ടികളെ നേരെ എങ്ങനെ മനസ്സിലാക്കുന്നു, പെൺകുട്ടികളെ എങ്ങനെ അവർ വീക്ഷിക്കുന്നു എന്നുള്ളതിന് പരിഗണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നോക്കുക, മതത്തിന്റെ പേരിൽ, ആചാരത്തിന്റെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ ഒതുക്കിക്കൊടുക്കേണ്ടവളാണെന്നുള്ള ഒരു ധാരണ പൊതുവെ തന്നെയുണ്ട്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഈ രാഷ്ട്രഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മനുസ്മൃതിയിലേക്ക് മടങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. ഈ മനുസ്മൃതിയിൽ പറഞ്ഞൊരു കാര്യം, പിതോരക്ഷതി കൗമാരെ പുത്രോരക്ഷതി വാർത്തയ്ക്ക് ഭർത്തൃരക്ഷതി യൗവനെ ന സ്ത്രീ സ്വതന്ത്രമർഹതി. ഒരുപക്ഷെ സ്ത്രീക്ക് അവൻ ചെറുപ്പകാലത്ത് പിതാവ് രക്ഷിക്കുന്നു, വാർദ്ധക്യത്തില് അവളുടെ മക്കൾ അവളെ സംരക്ഷിക്കുന്നു, യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കുന്നു. സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല, അവൾ ഇതിന് ബന്ധനത്തിലാണ്. ഇതൊരു ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പറയുവാൻ കഴിയും. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ യഹൂദനോ യവനനോ ആണോ പെണ്ണോ എന്ന വേർതിരിവില്ല. അതുകൊണ്ട് ഇവരുടെ മൂല്യം ഉറപ്പാക്കേണ്ടുന്നത്, സമൂഹത്തിൽ ആണിനൊപ്പം മുന്നോട്ട് കുതിക്കുവാനുള്ള സാധ്യത ഒരുക്കി നൽകേണ്ടുന്നത് ഓരോ കുടുംബത്തിന്റെയും, ഓരോ വ്യക്തിയുടെയും, ഓരോ സഭയുടെയും ദൗത്യമാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഈ ദിവസം ഓർത്തിരിക്കണം. ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കുന്നത് വച്ചു വിളമ്പുവാനും, പാത്രം കഴുകുവാനും, മുറ്റം പഠിക്കുവാനും, ബാത്റൂം കഴുകുവാനും, കുട്ടിയെ നോക്കുവാനും, അടുക്കളയിലെ 4 ചുവരിനകത്ത് ഇങ്ങനെ ഒതുങ്ങി ജീവിതം ഹോമിച്ച് തീരേണ്ട വ്യക്തിത്വമാണ് സ്ത്രീകൾ എന്ന് ചിന്തിക്കുന്നവർ. അവർ പറയും, സ്ത്രീക്ക് പഠനത്തിന്റെ ആവശ്യമില്ല, ജോലിയുടെ ആവശ്യമില്ല, ജീവിത സാഹചര്യങ്ങൾ മാറേണ്ട ആവശ്യമില്ല, അവൾ ഇങ്ങനെ ആയിരിക്കട്ടെ ചിന്തിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിലെ പുരുഷ മേധാവിത്വം സ്ത്രീകളെ, പെൺകുട്ടികളെ അടിച്ചമർത്തുന്നു എന്നതാണ് ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യം. നമ്മൾ സാധാരണ പള്ളിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ അവസരമുണ്ട്, അവിടെ ഒരു വേർതിരിവും ഇല്ല എന്ന് പറയാറുണ്ട്.
ഇത് പറയുമ്പോഴും ചില ഇടവകകളിൽ, ചില പള്ളികളിൽ കാണുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് അൾത്താരയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അവകാശമില്ല, അതിന്റെ പുറത്ത് നിൽക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. പണ്ട് ഇസ്രായേൽ മക്കൾ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തും ഒക്കെ നിന്നതുപോലെ, അതിപരിശുദ്ധ സ്ഥലത്ത് ചിലർക്ക് വേണ്ടി മാറ്റി നിർത്തിയതുപോലെ പെൺകുഞ്ഞുങ്ങൾ അശുദ്ധയാണ്, അതുകൊണ്ട് ഈ അൾത്താരയ്ക്കുള്ളിൽ പ്രവേശിച്ചുകൂടാ എന്ന് പറഞ്ഞിരിക്കുന്ന, നിർദ്ദേശിച്ചിരിക്കുന്ന ചില സഭകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു സ്ത്രീക്ക് പരമാവധി ഒരു ഡീക്കനസ് വരെ ആകാം, അതിനപ്പുറം ഒരു വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ അവൾ ആഗ്രഹിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവുമുണ്ട്. ഒരു സ്ത്രീയെ ഒരു പട്ടക്കാരിയാക്കാമെന്നുള്ള ഒരു ചിന്തയും ഒരു ചർച്ചയും വന്നു കഴിഞ്ഞാൽ ഉടൻ പുരുഷ കേസരികൾ അവിടെ ചാടി വീഴും. അതിന്റെ ആവശ്യമില്ല, വനിതാ പട്ടക്കാർ നമുക്ക് വേണ്ട, കാരണം സ്ത്രീകൾ അതിന് യോഗ്യരല്ല. അതുപോലെ ചിലരുടെ പ്രസംഗത്തിൽ കേൾക്കാം, സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജീവിക്കണം, ഇങ്ങനെ 100 കൂട്ടം നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗകന്മാരെയും അത് കേട്ട് കൈയടിക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സമൂഹം സ്ത്രീക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പെൺകുഞ്ഞ് ജീൻസ് ഇടുവാൻ പാടില്ല, അവൾ തലയിൽ തുണിയിട്ട് മാത്രമേ പള്ളിക്കകത്ത് നിൽക്കാവൂ, അവൾ പട്ടക്കാരിയാകാൻ പാടില്ല, അവൾ അൾത്താരയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ പാടില്ല, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ ദിവസങ്ങളിൽ അശുദ്ധയാണ്. ഇങ്ങനെ നിരവധി നിയമങ്ങളും നിർദ്ദേശങ്ങളും പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുമ്പോൾ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടോ? പ്രിയമുള്ളവരെ, പെൺകുഞ്ഞുങ്ങൾ സഭയുടെ, സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെയും ഉൾക്കൊള്ളേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തരുമാണെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ വായിച്ച യഥഭാഗത്തിൽ യേശു പറയുന്നു, തലീഥ കുമി, ബാലെ എഴുന്നേൽക്കുക, ബാലെ എഴുന്നേൽക്കുക, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നീ എഴുന്നേൽക്കുക, മരിച്ച അവസ്ഥയിൽ നിന്നും നീ എഴുന്നേൽക്കുക. പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ചില ചിന്തകൾ കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ സഭയും സമൂഹവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. എന്താണ് ഒരു മനുഷ്യന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്? ഒരു വ്യക്തിയുടെ മൂല്യം പൊതുവെ സമൂഹം നിർണ്ണയിക്കുന്നത് അവർ എത്രത്തോളം സമ്പത്തുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സമൂഹത്തിലെ പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് അവർക്ക് കുറച്ച് സമ്പത്ത് നൽകുക, ധനം നൽകുക, അപ്പോഴവരുടെ മൂല്യം വർദ്ധിക്കുമെന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ അവരുടെ വിവാഹ സമയത്ത് നമ്മൾ ധനവും സ്വർണവും ഒക്കെ നൽകാറുണ്ട് സമ്മാനമായിട്ട്. അത് അവരുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? സമൂഹത്തിലെ സ്ത്രീകളുടെ, പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് പ്രധാനമായും ചെയ്യേണ്ടത് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് നൽകുക. എത്രത്തോളം അവർക്ക് പഠിക്കുവാൻ കഴിയുമോ അത്രത്തോളം ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഡിഗ്രികളുടെ എണ്ണത്തിലല്ല കാര്യം, അത് അവരുടെ മനസ്സിനെ, അവരുടെ സ്വഭാവത്തെ, ചിന്തയെ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം പെൺകുഞ്ഞുങ്ങൾക്ക് നൽകുക. ജീവിതത്തെ നേരിടുവാനായിട്ട്, സമൂഹത്തെ അഭിമുഖീകരിക്കുവാനായിട്ട്, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട്, പ്രതിസന്ധികളെ നേരിടുവാനായിട്ടുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുക. ആ പഠനം, ആ അറിവ് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനിടയായി തീരും. തീർച്ചയായിട്ടും നന്നായിട്ട് അവർക്ക് പഠിക്കുവാൻ കഴിയുമ്പോൾ അവർക്ക് നല്ല ജോലികൾ ലഭിക്കും, സ്വന്തമായിട്ട് അവർക്ക് ധനം കയ്യിൽ വരും, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഒരു ത്രാണിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദ്യാഭ്യാസമാണ് ഒരു സക്സസ് മന്ത്രം. ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഒരു മന്ത്രം ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം, സമൂഹത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടാകത്തക്ക രീതിയിൽ, ആ ഒരു അവബോധം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുമ്പോൾ സമൂഹത്തെയും ജീവിതത്തെയും അവരുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം നേരിടുവാനായിട്ട് അവർക്ക് ഉള്ളിൽ ഒരു ആന്തരിക ബലം ഉണ്ടാകും, ഇന്നർ പവർ ഉണ്ടാകും. ആ പവർ ഉണ്ടാകത്തക്ക രീതിയിലുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് വേണ്ടി നൽകുക. അങ്ങനെ വരുമ്പോൾ മരിച്ച അവസ്ഥയിൽ നിന്നും തലീഥ കൂമി എന്ന് പറയുവാൻ കഴിയും. ബാലെ, നീ എഴുന്നേൽക്ക്. വിദ്യാഭ്യാസം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു, പുതിയൊരു ജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. നീ എഴുന്നേൽക്ക് എന്ന് പറയുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു തൊഴിലുണ്ടാകണം. എന്റെ ഇടവകയിൽ സാധാരണ ഞാൻ യൂത്ത് ക്ലാസ്സിലൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളോട് പറയുന്നൊരു കാര്യം,
മറ്റൊരു ഭവനത്തിലേക്ക് വിവാഹിതയായി കയറി പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജോലി ഉണ്ടായിരിക്കണം. സ്വന്തമായി നിങ്ങൾക്ക് ഒരു തൊഴിൽ ഉണ്ടായിരിക്കണം. ഒരു തൊഴിൽ നേടിയാണ് മറ്റൊരു ഭവനത്തിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ കയറി പോകുന്ന ആ ഭവനത്തിലുള്ളവർ ഈ വരുന്ന പെൺകുട്ടിയെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരിലൊരു അംഗത്തെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് തന്നെ ഈ പെൺകുട്ടിയെ സ്വീകരിക്കും. എന്നാൽ ഒരു തൊഴിലില്ലാതെ ഒരു ജോലിയും ഒന്നുമില്ലാത്ത അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ട് ഒരു ഭവനത്തിലേക്ക് വിവാഹം ചെയ്ത് കയറിപ്പോയി കഴിഞ്ഞാൽ ആ ചെല്ലുന്ന ഭവനത്തിലുള്ളവരുടെ ചിന്ത ഈ പെൺകുട്ടി അവിടുത്തെ ഒരു വേലക്കാരി എന്നുള്ള ചിന്തയായിരിക്കും. ഒന്നുകിൽ ഒരു വേലക്കാരിയായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു രാജകുമാരിയായിട്ട് മാറുക. രണ്ടും സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. പഠനം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നല്ലൊരു ജോലി ആർജിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് തല ഉയർത്തി എവിടെ നിൽക്കുവാനായിട്ട് സാധിക്കും. പെൺകുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാവിക്ക് വേണ്ടി നല്ല ജോലികൾ അവർക്ക് ലഭ്യമാകണം. അതിനുള്ള എഡ്യൂക്കേഷൻ, അതിനുള്ള ഒരു ബോധ്യം, ഒരു ബോധം അവർക്കുണ്ടായി അവർ വളർത്തിയെടുക്കുവാനായിട്ട് സഭയും സമൂഹവും ശ്രദ്ധിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ജീവിതത്തിൽ ഒരു പക്വമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. പക്വതയുള്ള ഒരു ജീവിതം, അതിന്റെ ജീവിതത്തിൽ നിരവധി ബോധ്യങ്ങൾ അവർക്കുണ്ടാകണം. എന്ത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ള വ്യക്തമായ ഒരു ബോധ്യവും ധാരണയും ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. എങ്ങനെ പെരുമാറണം, അതിനുള്ള ധൈര്യം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കണം, ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കണം, നിരാശപ്പെടേണ്ടി വരുമ്പോൾ, ദുഃഖത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ അത് എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്നുള്ള ഒരു ബോധ്യം ആ കുഞ്ഞിനുണ്ടാകുമ്പോൾ, ഒരു പക്വത ഉണ്ടാകുമ്പോൾ ജീവിതത്തെ അർത്ഥവത്തായിട്ട് ഫേസ് ചെയ്യുവാൻ, അഭിമുഖീകരിക്കുവാൻ ആ കുട്ടിക്ക് സാധിക്കും. ജീവിതത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം, തൊഴില്, പക്വത എന്നിവ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പറയാറുണ്ടല്ലോ നമ്മൾ എഡ്യൂക്കേഷൻ, മെച്യൂരിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇത് മൂന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പെൺകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത് മൂന്നും ആവശ്യമാണ്. എഡ്യൂക്കേഷനും മെച്യൂരിറ്റിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ആവശ്യമാണ് ധൈര്യത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ എപ്പോഴാണ് ആരംഭിക്കേണ്ടത് എന്നൊരു വേറെ ചോദ്യമാണ്. എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? അത് 10ാം ക്ലാസ് കഴിയുമ്പോഴാണോ, അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കുമ്പോഴാണോ, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ നഴ്സറിയിൽ ചേർക്കുന്ന സമയത്താണോ? ഒരു കുഞ്ഞിന്റെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരു കുഞ്ഞ് ഭവനത്തിൽ ജനിക്കുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് ആരംഭിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരു ഡോക്ടറാകാൻ വേണ്ടി 5 വർഷത്തെ പഠനവും അതിന്റെ പരിശീലനവും കഴിഞ്ഞിട്ടാണ് ഡോക്ടറാകുന്നത്. ഒരു എഞ്ചിനീയർ ആകുവാൻ വേണ്ടിയിട്ട് 4-5 വർഷത്തെ പഠനവും പരിശീലനവും നേടിയാണ് നല്ലൊരു എഞ്ചിനീയർ ആകുന്നത്. ഏതൊരു ജോലിക്കും ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒരു PSCക്ക് ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ചില ജോലികൾക്ക് മിനിമം 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം, ചില ജോലികൾക്ക് ഡിഗ്രി പാസ്സായിരിക്കണം, ചില യോഗ്യതകളുണ്ട്. പക്ഷെ ഒരു അപ്പനോ അമ്മയോ ആവാനായിട്ട് ഒരു യോഗ്യതകളും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കുകയും ഒരു മാതാവോ പിതാവോ ആവാനും സാധിക്കും. ഈ അറിവില്ലായ്മയിലൂടെ അവർ അടുത്ത തലമുറയെ വളർത്തുമ്പോൾ, ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നുള്ള ഒരു കോഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നുള്ള ഒരു അറിവ്, ഒരു പഠനം അവർക്ക് എവിടെന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? പോട്ടെ, ഒരു 5 പുസ്തകം വാങ്ങിച്ച് വായിച്ചിട്ടുണ്ടോ? ഒരു അറിവില്ലാതെ കണ്ടും കേട്ടുമുള്ള ധാരണ വെച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. എന്താ സംഭവിക്കുന്നത്? ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെ ആയി വരത്തുള്ളൂ. കാരണം അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ വളർത്തണമെന്നുള്ള ഒരു അറിവ് അവർക്ക് എങ്ങനെയുണ്ടോ ആ അറിവിനപ്പുറം ഈ കുഞ്ഞുങ്ങൾ വളരാൻ സാധിക്കില്ലല്ലോ. ഒരു കാര്യം, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഭ്രൂണമായി വളർച്ച ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ അമ്മയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അമ്മയുടെ ചിന്തകൾ, പുറത്തു കിടക്കുന്ന കാര്യങ്ങൾ, ആ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഉള്ളിലാണ് കുഞ്ഞ് കിടക്കുന്നതെങ്കിലും ആ ഭവനം, അമ്മയുടെ ചിന്ത, അവരുടെ ജീവിതം എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. സാധാരണയായി യഹൂദന്മാരുടെ ഭവനത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായ ഉടൻ തന്നെ അവൾ വായന, സംഗീതം കേൾക്കുക, കണക്കുകൾ ചെയ്യുക, മാത്തമാറ്റിക്സ് അഭ്യസിക്കുക, ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞും ഈ
മ്യൂസിക്കിനോട്, സംഗീതത്തോട് ഒരു അഭിനിവേശം കുഞ്ഞിനുണ്ടാകും. മാത്തമാറ്റിക്സ്, കണക്കിനോട് ഒരു താല്പര്യം ആ കുഞ്ഞിന് ഉണ്ടാകും. നല്ല ജീവിത സാഹചര്യങ്ങൾ ആ ഗർഭിണിക്ക് ആ കുടുംബം ഒരുക്കി കൊടുക്കും. സംസാരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ, ചിന്തിക്കേണ്ടത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനും ഈ അമ്മയിലൂടെ ഈ ഒരു ചെറിയ സമൂഹത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഇങ്ങനെ വന്നു തുടങ്ങും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ ഭവനത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു കെയറും കെയർ കൊടുക്കുക, അവർക്ക് വേറെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള. അല്ലാതെ ഈ ജനിക്കുന്ന കുഞ്ഞിനു വേണ്ടി ആ കുഞ്ഞ് നാളെ ഒരു സമൂഹം അറിയുന്ന, ലോകം അറിയുന്ന ആളായി തീരണം എന്നുള്ള ചിന്തയിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ നമ്മൾ? പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും മാറേണ്ടിയിരിക്കും. നമ്മൾ ജനിക്കുന്ന ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും അതിനൊരു ആരോഗ്യത്തോടെ ആ ഒരു ദൈവകൃപയിൽ, ബോധ്യത്തിൽ, സമൂഹത്തിൽ ഒരു സ്ഥാനമായിട്ട് വളർന്നു വരാനായിട്ട് അമ്മ, അപ്പൻ, കുടുംബാംഗങ്ങൾ അവരുടെ സഹകരണവും അവരുടെ പ്രോത്സാഹനവും ജനിക്കുന്നതിന് മുമ്പ് തന്നെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളാണ് ലോകമറിയുന്നവരായി തീരുന്നത്, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നവരായി തീരുന്നത്. നോക്കുക, ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഒരുക്കിയെടുക്കുവാനായി ഓരോ കുടുംബവും പരിശ്രമിക്കേണ്ടതാണ്. 12 വയസ്സ് വരെ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ, ഒരു വീടിന് ഒരു ഫൗണ്ടേഷൻ ഇടുന്നത് പോലെ 12 വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടമാണ് ആ കുഞ്ഞ് നാളെ എന്തായി തീരണമെന്നുള്ളതിന്റെ അടിസ്ഥാനം ഇടുന്നത്. അത് ലഭിക്കുന്നത് ഭവനത്തിൽ നിന്നാണ്. അപ്പനിൽ നിന്നും, അമ്മയിൽ നിന്നും, സമൂഹത്തിലെ, വീട്ടിലെ മറ്റുള്ളവരിൽ നിന്നും. അവരുടെ സംസാരം, അവരുടെ ജീവിതം, അവരുടെ സ്വഭാവം, അവരുടെ ഇഷ്ടം, അനിഷ്ടങ്ങളെല്ലാം ഈ കുഞ്ഞിനെ സ്വാധീനിക്കും. അതുകൊണ്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഈ കുഞ്ഞ് കണ്ട് പഠിച്ച് വളരുകയാണെന്നുള്ളൊരു ബോധ്യം കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞ് ഒരു മൂല്യവത്തായ പൈതലായി തീരണമെങ്കിൽ കുടുംബം ആരോഗ്യമുള്ള കുടുംബമായിരിക്കണം. വഴക്ക്, ബഹളം, പ്രശ്നങ്ങൾ, പരിഹാസങ്ങളും ഇങ്ങനെയുള്ള ജീവിത സ്വഭാവങ്ങളുള്ള ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് വളർന്നാൽ അവൻ അറിഞ്ഞോ അറിയാതെയോ തന്നെ അവന്റെ ഉള്ളിലേക്ക് ഈ പ്രശ്നങ്ങൾ, ആ കുടുംബത്തിലെ അന്തരീക്ഷം അവന്റെ ഉള്ളിൽ അത് സ്വാധീനിക്കും. അവന്റെ ഉള്ളിൽ അത് ആഴത്തിൽ പതിയും. അത് നാളെ വൈകാരികപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ആരോഗ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി മാറേണ്ടതിന് പകരം ഭവനത്തിനോ കുടുംബത്തിനോ ഒക്കെ ഒരുപക്ഷെ ശാപമായി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർച്ചയുടെ കാലഘട്ടങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഗർഭാവസ്ഥയിൽ നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ പരിഗണിക്കണം. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ എല്ലാം ഇവനെ വളർത്തിയെടുക്കേണ്ട ദൗത്യം പള്ളിയിൽ അച്ഛനല്ല, സ്കൂളിലെ ടീച്ചറിനല്ല, സമൂഹത്തിലെ ആൾക്കാർക്കല്ല, ഓരോ മാതാപിതാക്കൾക്കുമാണ് ഈ ഒരു ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ മൂല്യം നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മൂല്യവത്തായ ഒരു പൈതലാക്കി വളർത്തിയെടുക്കണം. ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത തലമുറയായിട്ട് ഇന്നത്തെ തലമുറകൾ മാറിയിരിക്കുകയാണ്. ഒരു ചെറിയ പ്രശ്നം മതി, ഉള്ളിൽ വേദനിപ്പിക്കുന്ന ഒരു ചെറിയ സാഹചര്യം ഉണ്ടായാൽ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത തലമുറയായി ഇന്നത്തെ കുഞ്ഞുങ്ങൾ മാറുന്നു. അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്, കെട്ടിടത്തിന്റെ മുകളിൽ എടുത്തു ചാടുന്നത്, ഒരു ജീവിതം അവസാനിപ്പിക്കാനായി ശ്രമിക്കുന്നത്. അപ്പോൾ ജീവിതങ്ങളിൽ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ട് എന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിനെ അഭിമുഖീകരിക്കുവാനായി അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ കാലത്തിൽ പലപ്പോഴും ജോലികളൊന്നും ചെയ്യാറില്ല. വീട്ടിലെ ജോലികൾ പലതും അമ്മയോ മറ്റുള്ള ആരെങ്കിലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭവനത്തിലെ ജോലികൾ ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മളവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കും, നന്നായി മാർക്ക് വാങ്ങാൻ വേണ്ടി പരിശീലിപ്പിക്കും. പക്ഷെ മുറ്റത്തിറങ്ങി പുല്ല് പറിക്കാൻ പറയുമോ നമ്മളവരോട്? പറയില്ല. കാരണം കയ്യിൽ അഴുക്കാകും, അവരുടെ ഹൈജീൻ പോകും, ജെംസ് ഉണ്ട്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കണം, മണ്ണിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഫലം എന്ന് പറഞ്ഞാൽ മണ്ണിനെ അറിഞ്ഞുകൂടാത്ത, മനുഷ്യനെ അറിഞ്ഞുകൂടാത്ത, വിദ്യാഭ്യാസം മാത്രമുള്ള, തലയ്ക്കകത്ത് കുറച്ച് വിജ്ഞാനം മാത്രമുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ തലമുറകൾ വളർന്നു വരും. ചില ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. ബന്ധങ്ങളില്ല, കൂട്ടുകാരില്ല, സ്നേഹിതരില്ല. അവർക്ക് കളി, തമാശ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. വളരെ കുറച്ചാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ കളിയായിട്ടും അവർ സമയം വേർതിരിക്കുകയാണ്. ഇത് അവർ മനസ്സിന് പക്വതയില്ലാത്ത, മനസ്സിന് ധൈര്യമില്ലാത്ത, ബലമില്ലാത്ത ഒരു സമൂഹമായിട്ട് കുഞ്ഞുങ്ങൾ മാറുന്നു. നാളത്തെ സമൂഹം അങ്ങനെ ആയിത്തീരുകയാണ്. നമുക്കിത് ബോധമുണ്ടാകണം. എന്ത് വേണമെന്ന് പറഞ്ഞാലും, കുഞ്ഞുങ്ങൾ എന്താവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ
കുഞ്ഞുങ്ങളെ സഹായിക്കുകയല്ല നശിപ്പിക്കുകയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. എന്റെ കുഞ്ഞ് ഒരു കാലത്ത് എനിക്ക് കിട്ടാതിരുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ, ആ നന്മകളും ഒക്കെ എന്റെ കുട്ടിക്ക് കിട്ടണം. അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി എന്ത് വേണോ ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന ഒരു മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ, അപ്പോൾ അവർ നിങ്ങൾ വെറുക്കും ഉടനെ. അല്ലെങ്കിൽ അവർ ചിന്തിക്കും ഇത് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നൽകുക. ചില കാര്യങ്ങളിൽ അവർക്കോട് നോ പറയുക. ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കഴിയാത്ത കാര്യങ്ങൾ പറയുക, ഇത് ചെയ്തു തരാൻ സാധിക്കില്ല. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. അത് അവരുടെ ഇന്നർ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. അവരെ പഠിപ്പിക്കുക, സമൂഹത്തിൽ പെരുമാറുവാൻ, ജീവിക്കുവാൻ, ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുവാൻ, തോൽവിയെ ഉൾക്കൊള്ളുവാൻ ഒക്കെ പഠിപ്പിക്കുക. അവരെ ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് സംസാരിക്കുക. ഇന്ന് പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളുമായിട്ട് സംസാരം വളരെ കുറവാണല്ലോ. പിന്നെ അവരുടെ ഹൃദയത്തിലെ വേദനകളും ഭാരങ്ങളും ഒക്കെ തുറന്നു പറയാൻ പോലും അവസരമില്ലാത്ത നിരവധി ഭവനങ്ങളുണ്ട്. അപ്പൻ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകും, അമ്മ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകും, മക്കൾ സ്കൂളിൽ പോയി പഠനത്തിന് പോകും, തിരിച്ചു വരും. വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും പിന്നെ അവരവരുടെ ജോലി കാര്യങ്ങളിലൊക്കെയാണ്. സംസാരിക്കുവാനോ പരസ്പരം പങ്കുവയ്ക്കാനോ ഒന്നും അവസരമില്ല. അവസാനം പ്രശ്നങ്ങൾ വന്ന് നിറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഞങ്ങൾ പരസ്പരം അറിഞ്ഞില്ല, ആരും ഒന്നും അറിഞ്ഞില്ല എന്ന ഒരു അവസ്ഥയിലേക്ക്. പ്രിയമുള്ളവരെ, ഒരു മൂല്യവത്തായ കുടുംബം ഒരു തലമുറ വളർത്തിയെടുക്കുവാനായിട്ട് കുടുംബത്തിന്, സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടായിത്തീരണം. അതുപോലെ നമ്മുടെ ആൺകുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക, പെൺകുഞ്ഞുങ്ങളെ അവരെങ്ങനെ സമീപിക്കണം, എങ്ങനെ സംസാരിക്കണം, അവർ നമുക്ക് ആരാണ്, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, അവരോട് എങ്ങനെ ഇടപെടണമെന്നുള്ള ഒരു ബോധ്യം ഭവനത്തിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക ഓരോ ആൺകുഞ്ഞുങ്ങളോടും. അത് നമ്മുടെ സഹോദരിയാണ്, അത് നമ്മുടെ കൂടപ്പറപ്പാണ്, അത് നിന്റെ കൂട്ടുകാരിയാണ്. ഒരു ബോധം അവനുള്ളിൽ ഉണ്ടാകും, ഇതിന്റെ ആരാണെന്നുള്ളത്. ഇല്ലെങ്കിൽ പെൺകുട്ടി അവൾ തോൽക്കേണ്ടവളാണ്. ഈ ചിന്ത ഒരു ആൺകുട്ടി കൊടുക്കുമ്പോൾ നമ്മൾ വാക്കിലൂടെയോ നമ്മൾ ഏതെങ്കിലും കാര്യം പറയുമ്പോഴോ ആൺകുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ എപ്പോഴും ചിന്തിക്കും, ഈ പെൺകുട്ടി എന്റെ മുമ്പിൽ തോൽക്കേണ്ടവളാണ്, അവളെ അംഗീകരിക്കേണ്ടവളല്ല. സ്ത്രീയെ അംഗീകരിക്കുവാൻ, അവളെ മാനിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു ആൺകുട്ടിക്ക് പരിശീലനം ലഭിക്കുമ്പോൾ മുതിർന്നു വരുമ്പോഴും അവനത് അംഗീകരിക്കുവാനും മാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്ന ഒരു യുവാവായിട്ട് അവൻ വളർന്നു വരും. അതുപോലെ പെൺകുട്ടിയെ പഠിപ്പിക്കുക. എന്താണ് ഒരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നമ്മൾ ഓരോരുത്തരോട് ഇടപെടണം, ഒരു അപരിചിതനെ കണ്ടാൽ എങ്ങനെ ഇടപെടണം, ആദ്യമായി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ സംസാരിക്കണം, ഒരാൾ നമ്മുടെ ദേഹത്ത് സ്പർശിച്ചാൽ തെറ്റായ സ്പർശനം ഏതാണ്, ശരിയായ സ്പർശനം ഏതാണ്, ഇത് വ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ വിശ്വസിച്ച് നിങ്ങളോട് പറയുവാൻ, മാതാപിതാക്കളോട് പറയുവാനായിട്ടുള്ള ഒരു ബോധ്യവും ഒരു ധൈര്യവും അവർക്ക് നൽകുമ്പോൾ നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലെ പെൺകുഞ്ഞുങ്ങളെ വിടുവിക്കുവാനായിട്ട് സാധിക്കും. ആന്തരിക ബലമുള്ളവരാക്കി മാറ്റുവാൻ സാധിക്കും, വിജ്ഞാനമുള്ളവരാക്കി മാറ്റുവാൻ സാധിക്കും, സമൂഹത്തിൽ മൂല്യമുള്ള പക്വതയുള്ളവരാക്കി അവരെ മാറ്റുവാൻ സാധിക്കും. യേശു ബാലികയുടെ കൈപിടിച്ചിട്ട് പറഞ്ഞു, തലീത കുമി, ബാലെ എഴുന്നേൽക്ക്. നമ്മുടെ ഭവനത്തിലെ പെൺകുട്ടി പള്ളിപ്രമാണിയുടെ മകളെ പോലെ അവൾ ആത്മീകമായി, അവൾ മാനസികമായി മരിച്ചിരിക്കുകയാണോ? അവളുടെ ജീവിതം തകർന്നിരിക്കുകയാണോ? യേശു പറയുന്നു, ബാലെ എഴുന്നേൽക്ക്. കൈപിടിച്ച് ജീവനിലേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് അവളെ കൈപിടിച്ച് ഉയർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ സഭയിലെ, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയോട് പറയാം, തലീധ ഭൂമി, ബാലെ എഴുന്നേൽക്ക്. നീയും ഞങ്ങൾക്കൊപ്പമാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഈ സമൂഹത്തിൽ നാളത്തെ വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്. ഓരോ പെൺകുട്ടികളെയും നമുക്ക് കൈപിടിച്ച് ജീവനിലേക്ക് ഉയർത്താം, ദൈവകൃപയിലേക്ക് ഉയർത്താം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹം, സഭ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു നാളെയുടെ വക്താക്കളായിട്ട് മാറും. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ ഒരു തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.